നമ്മുടെ കേരളത്തിൻ്റെ ഹൃദയസ്പന്ദനം, എരിവും പുളിയുമുള്ള നൊസ്റ്റാൾജി ഉണർത്തുന്ന നമ്മുടെ സ്വന്തം തട്ടുകടകൾ. നേരം പോക്ക് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിയ. തട്ടുകടകൾ എന്നത് മലയാളികൾക്ക് ഭക്ഷണം കിട്ടുന്ന ഒരിടം മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നാടൻ ഭക്ഷണങ്ങൾ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് നമ്മളുടെ തട്ടുകടകൾ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കിടക്കുന്നുണ്ട്. പലരും ഓർക്കുന്ന, ചിലരൊക്കെ ഓർക്കാത്ത ഒരു കാര്യം, അതാണ് ഹൈജീൻ. ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ 2015 മുമ്പുള്ള ഒരു കഥ പോലെ പറയാം. ആ സമയത്തൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും തട്ടുകടകൾ കാണാമായിരുന്നു. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ തട്ടുകടകൾ ധാരാളം കാണാമായിരുന്നു. അവിടെയൊക്കെ നമുക്ക് ദോശ, ഓംലെറ്റ്, പൊറോട്ട, ബീഫ് കറി, കപ്പ ബിരിയാണി ഒക്കെ കിട്ടും. ഇങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് എത്രയോ ആളുകൾ പറഞ്ഞും കേട്ടും അവിടേക്ക് ഓടിയെത്താറുണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങി. പഴയ ട്രാൻസിസ്റ്റർ റേഡിയോവും പഴയ വാതിലും ജനലും ഒക്കെ വെച്ച് എവിടെന്നെങ്കിലും പഴയ ചട്ടിയും കലവും ഒക്കെ ഒപ്പിച്ച് നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു പഴയ മോഡൽ പുതിയ ഫാൻസി റെസ്റ്റോറൻറ്റ്സ് വരാൻ തുടങ്ങി. തട്ടുകടകളുടെ ഫീലും കിട്ടും, നമുക്ക് ആ പഴമയുടെ ഫീലും കിട്ടും, എന്നാൽ വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കാനും പറ്റും. അങ്ങനത്തെ സ്ഥലം. ഇത് തുടങ്ങിയതും ഈ നിർത്തിപ്പൊരിച്ച കോഴിയും ചട്ടിന്ന് ഇറങ്ങി ഓടിയ കോഴിയൊക്കെ കഴിക്കാൻ എല്ലാവരും അങ്ങോട്ട് ഓടിത്തുടങ്ങി. ഇതിൻ്റെ കൂടെ തന്നെ വളർന്നു വരുന്ന വേറൊരു സംഭവമായിരുന്നു ഫുഡ് ഡെലിവറി ആപ്സ്. ഈ ഫുഡ് ഡെലിവറി ആപ്സ് വന്നതോടുകൂടെ പിന്നെ എല്ലാവരും ഫുഡ് എന്ന് പറയുമ്പോൾ ഓർക്കുന്നത് ഈ ഡെലിവറി ആപ്സിനെ പറ്റിയിട്ടാണ്. പിന്നെ ഓൺലൈൻ ഓർഡറാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ പോകുമ്പോൾ ചിലരൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ചില ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, ശരിക്കും പറഞ്ഞാൽ ഈ തട്ടുകടകൾ, സ്ട്രീറ്റ് ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് അത്ര ഹൈജീനിക് ആയിട്ടുള്ളൊരു കാര്യമാണോ? കാരണം ഓപ്പൺ കുക്കിംഗ് ആണ്, അവർ ഓയിലൊക്കെ റീയൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷണമൊന്നും അടച്ചല്ല വെക്കുന്നത്, ഈച്ചകൾ കാണാം. പിന്നെ കോവിഡും കൂടെ വന്നതോടുകൂടെ ഈ കൈ കഴുകാതെ കുക്കിംഗ് ചെയ്യുന്നതും എല്ലാം ആളുകൾ കുറച്ച് ക്ലീൻലിനെസ്സിൽ കൂടുതൽ അവെയർ ആവാൻ തുടങ്ങി. അപ്പോൾ ഈ സംശയം അതുവരെ ശ്രദ്ധിക്കാത്തവരും കൂടെ ശ്രദ്ധിച്ചു തുടങ്ങി. 2024 ഒരു കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് സർവേ അനുസരിച്ച് നമ്മുടെ ഈ ഇൻഫോർമലായിട്ടുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ, ഫുഡ് വെൻഡേഴ്സ്, അവരൊക്കെ 40% ആളുകളും ഈ ബേസിക് ഹൈജീനൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അന്ന് മനസ്സിലാക്കിയത്. ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും പിന്നെയും തട്ടുകടകൾ നല്ല രീതിയിൽ തന്നെ തിരിച്ചുവരവ് നടത്തുകയാണ്. കുറച്ച് പുതിയൊരു പരിവേഷത്തിലൊക്കെ തട്ടുകടകൾ നമുക്കിപ്പോൾ പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോഴും തട്ടുകടകളിൽ കിട്ടുന്ന നാടൻ ഭക്ഷണങ്ങളോടാണ് പ്രിയം. പിന്നെ വേറെ ചിലരുണ്ട്, അവർ ഈ എക്സ്പെൻസീവ് ഫുഡൊക്കെ ഒഴിവാക്കി അവർക്ക് തട്ടുകടകളിലെ രുചികൾ ടേസ്റ്റ് ചെയ്യണം എന്ന് ആലോചിച്ച് വരുന്നവരുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ വിലയ്ക്ക് നമുക്ക് അഫോർഡബിളായിട്ട് സാധാരണക്കാർക്ക് വരെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോഴും നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, വൃത്തി. അതിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം കുറച്ചൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതോറിറ്റീസൊക്കെ ഈ ലൈസൻസിൻ്റെ കാര്യത്തിലായാലും ഹൈജീൻ്റെ കാര്യത്തിലായാലും ഒക്കെ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ അറിവ്. ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കുക്ക് ചെയ്യണം, പിന്നെ കൈ വൃത്തിയാക്കി സൂക്ഷിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന അവയർനെസ് ക്ലാസ്സുകൾ ചില ഏരിയാസിലെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ചില തട്ടുകടകളിലൊക്കെ നല്ല സേഫായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, കുക്ക് ചെയ്യാനും എല്ലാം. ഭക്ഷണമൊക്കെ കവർ ചെയ്താണ് വെക്കുന്നത്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയാലും സേഫായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില തട്ടുകടകളൊക്കെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമുക്ക് ഈ തട്ടുകടകൾ ഡെവലപ്പായി കഴിഞ്ഞാൽ നമുക്ക് അത് ടൂറിസത്തിന് ഉപകരിക്കും, ടൂറിസം ഡെവലപ്മെൻറ്റിന് ഉപകരിക്കും. അപ്പോൾ നമുക്കും ഒരു പേടിയില്ലാതെ നമ്മളുടെ പ്രിയപ്പെട്ട രുചികൾ ഇനിയും ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇനി ഒക്കെ ഈ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഈ ഒരു ചെറിയ സാംസ്കാരിക വിപ്ലവത്തിൽ
നമ്മളും പങ്കുചേരുകയാണ്. അതൊരു നല്ല കാര്യമല്ലേ? ഈ നേരം പോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യുക. അതല്ല യൂട്യൂബിലാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ മീറ്റ് ചെയ്യുന്നത് വരെ ദിസ് ഇസ് ആലിയ. ബൈ ഫോർ നൗ.